സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര തവണ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്? ആരും നിങ്ങളെ വിലമതിക്കുന്നില്ലെന്ന് നിങ്ങൾക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ സ്വപ്നങ്ങളും കഠിനാധ്വാനവും മറ്റുള്ളവർ എളുപ്പത്തിൽ ചൂഷണം ചെയ്തിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ ലോകത്ത് നിഷ്കളങ്കത പുലർത്തുന്നത് ഒരു നല്ല ഗുണമാണ്. എന്നാൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനതയായി മാറുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തെ ചോദ്യം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന 10 നിയമങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിക്കുന്ന രഹസ്യങ്ങളാണ്. ഇവ വെറും വാക്കുകളല്ല, വിജയകരമായ ആളുകൾ പിന്തുടരുന്ന തന്ത്രങ്ങളാണിവ. ഓരോ നിയമവും നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ എങ്ങനെ മിടുക്കനും നിങ്ങളുടെ ജീവിതത്തിന്റെ യജമാനനുമാകാൻ പോകുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ വീഡിയോ പൂർണ്ണമായും കാണുക, കാരണം ഈ 10 മിനിറ്റിനു ശേഷം നിങ്ങളൊരു വ്യത്യസ്ത വ്യക്തിയായിരിക്കും. അതിനു മുൻപ് നിങ്ങൾക്ക് ചാണക്യ കഥകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാണക്യ എന്ന് കമന്റ് ചെയ്യൂ. നിയമം 1. നിങ്ങളുടെ ബലഹീനതകൾ ഒരിക്കലും വെളിപ്പെടുത്തരുത്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ബലഹീനതകളെക്കുറിച്ച് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ അവർ അതൊരായുധമായി ഉപയോഗിക്കുകയും നിങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യും. ലോകത്തിലെ ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സത്യമാണിത്. ഒരിക്കൽ ഒരു വലിയ കമ്പനിയുടെ സിഇഒ തന്റെ അടുത്ത സുഹൃത്തുക്കളോട് തന്റെ വിഷാദത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ അത് ബിസിനസ് ലോകത്ത് കാട്ടുതീ പോലെ പടർന്നു. അദ്ദേഹത്തിന്റെ എതിരാളികൾ ആ വിവരങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹത്തിന് വലിയ നഷ്ടം വരുത്തിവെച്ചു. അദ്ദേഹം ഒരു സത്യം മനസ്സിലാക്കി: നിങ്ങൾ നിങ്ങളുടെ ബലഹീനതകൾ മറ്റുള്ളവരോട് കാണിക്കുമ്പോൾ നിങ്ങളൊരു തുറന്ന പുസ്തകം പോലെയാകും. നിങ്ങളുടെ ബലഹീനതകൾ രഹസ്യമായി സൂക്ഷിക്കുക. നിങ്ങളുടെ മുറിവുകൾ ഒരിക്കലും ലോകത്തിനു മുന്നിൽ കാണിക്കരുത്. പകരം ആ വേദനയെ ഒരു പ്രചോദനമാക്കി മാറ്റുക. നിങ്ങളൊരു മേഖലയിൽ ദുർബലനാണെങ്കിൽ അത് രഹസ്യമായി മെച്ചപ്പെടുത്തുക. ഉദാഹരണത്തിന്, പരസ്യമായി സംസാരിക്കാൻ നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ ആരും അറിയാതെ ഒരു പ്രസംഗം നടത്തുക. നിങ്ങളുടെ ബലഹീനതയെ നിങ്ങളുടെ ശക്തിയാക്കി മാറ്റുക. നിങ്ങളുടെ ബലഹീനത നിങ്ങളെ പരാജയപ്പെടുത്താൻ അനുവദിക്കുന്നതിനു പകരം അത് നിങ്ങളെ ശക്തരാക്കട്ടെ. നിയമം 2. ശരിയായ സമയത്ത് ശരിയായ വാക്കുകൾ സംസാരിക്കുക. സംസാരം ഒരു ശക്തമായ ആയുധമാണ്. എന്നാൽ അതെങ്ങനെ ശരിയായി ഉപയോഗിക്കണമെന്നറിയാത്തവർ സ്വന്തം നാവുപയോഗിച്ച് അവരുടെ ജീവിതം നശിപ്പിക്കുന്നു. ശരിയായ സമയത്ത് നിങ്ങൾ ശരിയായ വാക്കുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മൂല്യം കുറയും. ഒരിക്കൽ ഒരു പുതിയ ജീവനക്കാരൻ ഒരു ടീമിൽ ചേർന്നു. ആദ്യ മീറ്റിംഗിൽ അദ്ദേഹം വളരെ ആവേശഭരിതനായിരുന്നു. എല്ലാ കോണിലും തന്റെ അഭിപ്രായം പറഞ്ഞു. പക്ഷെ ആരും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അത്ര ഇഷ്ടപ്പെട്ടില്ല. മീറ്റിംഗ് അവസാനിച്ചപ്പോൾ മാനേജർ അവനോട് പറഞ്ഞു, അവൻ കൂടുതൽ സംസാരിക്കുകയാണെന്ന്. പുതിയ ജീവനക്കാരന് തന്റെ തെറ്റു മനസ്സിലായി. അടുത്ത മീറ്റിംഗിൽ അവൻ നിശബ്ദനായി. എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവസാന നിമിഷം അവൻ ഒരു വാക്ക് മാത്രം പറഞ്ഞു: ഈ പ്രോജക്റ്റിന് ഒരു പുതിയ വിപണിയുണ്ട്. ആ ഒരു വാചകം എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. നിശബ്ദത ഒരു ശക്തമായ ആയുധമാണ്. നിശബ്ദമായി നിരീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയും. എല്ലാം നിരീക്ഷിച്ച് ശരിയായി സംസാരിക്കുന്നതിനു മുൻപ് എല്ലാം ശ്വസിക്കുക. നിങ്ങളുടെ വാക്കുകൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കവ തിരികെ എടുക്കാനാവില്ല. അതിനാൽ സംസാരിക്കുന്നതിനു മുൻപ് ഒരു നിമിഷം ചിന്തിക്കുക. നിങ്ങളുടെ വാക്കുകൾ വളരെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുക. നിയമം 3. നിങ്ങളെ തന്നെ ബഹുമാനിക്കുക. സുഹൃത്തുക്കളെ, നിങ്ങൾ സ്വയം ബഹുമാനിക്കാത്തിടത്തോളം ലോകം ഒരിക്കലും നിങ്ങളെ ബഹുമാനിക്കില്ല. സ്വയം സ്നേഹിക്കുകയും നിങ്ങൾക്കായി ചില പരിധികൾ നിശ്ചയിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ഇത് ഒരു സ്ത്രീയുടെ കഥയാണ്. അവൾ തന്റെ ഓഫീസിലെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവർ നൽകുന്ന എല്ലാ ജോലികളും അവൾ ചെയ്യും. രാത്രി വൈകുവോളം അവൾ എന്തിനാണ് ജോലി ചെയ്യുന്നത്? മറ്റുള്ളവർ തന്നെ മുതലെടുക്കുന്നുണ്ടെന്ന് അവൾക്കറിയാം. എന്നാൽ ഒരു ദിവസം അവൾ തന്റെ സുഹൃത്തുക്കളോട് ഈ ആശങ്കയെക്കുറിച്ച് പറഞ്ഞു. സ്വയം ബഹുമാനിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ ബഹുമാനിക്കുമെന്ന് അവർ അവളോട് ചോദിച്ചു. പിന്നീട് അവൾ ഇല്ല എന്ന് പറയാൻ പഠിച്ചു. അവളുടെ അന്തസ്സിന് ചേരുന്ന രീതിയിൽ അവൾ പെരുമാറാൻ തുടങ്ങി. അപ്പോൾ മാത്രമാണ് മറ്റുള്ളവർ അവളെ ബഹുമാനിക്കാൻ തുടങ്ങിയത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ നായകനാണ്. നിങ്ങളുടെ ആത്മാഭിമാനത്തെ ബാധിക്കില്ലെന്ന് ഉറപ്പാക്കുക. മറ്റുള്ളവർ നിങ്ങളോട് മോശമായി പെരുമാറുമ്പോൾ അത് വ്യക്തിപരമായി എടുക്കരുത്. സ്വയം ഉയർത്തുന്നതിലൂടെ ലോകം നിങ്ങളെയും ഉയർത്തും. നിയമം 4. നെഗറ്റീവ് ചോദ്യങ്ങൾ സമർത്ഥമായി കൈകാര്യം ചെയ്യുക. ആരെങ്കിലും നിങ്ങളെ അപമാനിക്കുകയോ അപമാനകരമായ ഒരു ചോദ്യം ചോദിക്കുകയോ ചെയ്താൽ കോപത്തോടെ പ്രതികരിക്കരുത്. ഒരു ജ്ഞാനി കോപിക്കില്ല. അവൻ ശാന്തമായി പ്രതികരിക്കുകയും എതിരാളിയെ പരിഹസിക്കുകയും ചെയ്യും. ഒരു പ്രശസ്ത രാഷ്ട്രീയക്കാരനോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, നിങ്ങളൊരു പരാജയപ്പെട്ട നേതാവാണെന്ന് ആളുകൾ പറയുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? രാഷ്ട്രീയക്കാരൻ ദേഷ്യപ്പെട്ടില്ല. പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു, ഒരുപക്ഷെ അവർ എന്റെ വിജയങ്ങൾ കണ്ടിട്ടില്ലായിരിക്കാം. എന്റെ പരാജയങ്ങൾ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ എന്നതിനാൽ അവർ അങ്ങനെ ചിന്തിച്ചേക്കാം. പത്രപ്രവർത്തകൻ സ്തബ്ധനായി. നെഗറ്റീവ് ചോദ്യങ്ങളെ ദേഷ്യത്തോടെ സമീപിക്കുമ്പോൾ നിങ്ങൾ ദുർബലരായി കാണപ്പെടുന്നു.
എന്നാൽ നിങ്ങൾ ബുദ്ധിപരമായും പുഞ്ചിരിയോടെയും പ്രതികരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണം വർദ്ധിപ്പിക്കുന്നു. നിങ്ങളുടെ കോപം മറ്റുള്ളവർക്കൊരായുധമാണ്. നിങ്ങളുടെ മൗനം അവർക്കുത്തരം നൽകും. അതിനാൽ ശാന്തനായിരിക്കുക, മൂർച്ചയുള്ളതായി ചിന്തിക്കുക, ശരിയായ സമയത്ത് ശരിയായ ഉത്തരം നൽകുക. വിധി ആരെയും ഒരു കാരണവുമില്ലാതെ നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ അനുവദിക്കുന്നില്ല. ഈ ലോകത്ത് ആളുകൾ അവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി മാത്രമാണ് നിങ്ങളോടൊപ്പമുള്ളത്. ചിലർക്ക് ഈ സത്യം കൈപ്പേറിയതായിരിക്കാം, എന്നാൽ ഇതാണ് യാഥാർത്ഥ്യം. ഒരു ബിസിനസ്സുകാരൻ വളരെ ശക്തനായിരുന്നു. അദ്ദേഹത്തിനു ചുറ്റും നൂറുകണക്കിന് സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഒരു വലിയ നഷ്ടം നേരിട്ടപ്പോൾ ആ സുഹൃത്തുക്കളെല്ലാം അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ സുഹൃത്തുക്കളിൽ ചുരുക്കം ചിലർ മാത്രമേ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നുള്ളൂ. ആരാണ് യഥാർത്ഥരെന്നും സ്വാർത്ഥരെന്നും ഈ സാഹചര്യം അദ്ദേഹത്തെ പഠിപ്പിച്ചു. ആളുകൾ നിങ്ങളെ സമീപിക്കുമ്പോൾ അവർ നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവർ നിങ്ങളിൽ നിന്ന് സഹായമോ പണമോ ബന്ധങ്ങളോ പ്രതീക്ഷിച്ചേക്കാം. അവരുടെ ലക്ഷ്യം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഉപേക്ഷിക്കും. ഈ വസ്തുത മനസ്സിലാക്കി ശാന്തമായും വികാരമില്ലാതെയും പ്രവർത്തിക്കുക. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുകയും നിങ്ങളുടെ ബലഹീനതകൾ മറയ്ക്കുകയും ചെയ്യുക. നിയമം 6. വിജയത്തിന് ക്ഷമ അത്യാവശ്യമാണ്. തിടുക്കത്തിൽ പ്രവർത്തിക്കുന്നത് എല്ലായ്പ്പോഴും നഷ്ടങ്ങളിലേക്ക് നയിക്കുന്നു. ക്ഷമ ഒരു ശക്തമായ ഗുണമാണ്. ഒരു വലിയ സാമ്രാജ്യം ഒരു ദിവസം കൊണ്ട് നിർമ്മിക്കപ്പെടുന്നില്ല. അത് ക്ഷമയോടെയും ആസൂത്രണത്തോടെയും കെട്ടിപ്പടുക്കപ്പെടുന്നതാണ്. ഒരിക്കൽ ഒരു യുവ ബിസിനസ്സുകാരൻ തിടുക്കത്തിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തി. പക്ഷെ അയാൾക്ക് വിപണി പൂർണ്ണമായും മനസ്സിലായില്ല. ഇതുമൂലം അയാൾക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു. അതിനുശേഷം അദ്ദേഹം ക്ഷമ പഠിച്ചു. ഏതൊരു നിക്ഷേപത്തെക്കുറിച്ചും അദ്ദേഹം ഗവേഷണം നടത്തി. വിപണി പ്രവണതകൾ അദ്ദേഹം മനസ്സിലാക്കി. അതിനുശേഷം അദ്ദേഹം എടുക്കുന്ന ഓരോ തീരുമാനവും അദ്ദേഹത്തിന് ലാഭം നേടിത്തന്നു. ക്ഷമയോടെ ഇരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. വൈകാരിക തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കാൻ കഴിയും. ക്ഷമയാണ് ബുദ്ധിയുടെ ആദ്യ ലക്ഷണം. നിയമം 7. നിങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക. നിങ്ങളുടെ വാക്കുകളാണ് നിങ്ങളുടെ ഏറ്റവും ശക്തമായ ആയുധം. നിങ്ങൾ അവയെ ശരിയായി ഉപയോഗിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അവ നിങ്ങൾക്ക് വളരെ അപകടകരമാണ്. നിങ്ങൾ സംസാരിക്കുന്ന ഓരോ വാക്കും നിങ്ങളുടെ ആഴം കാണിക്കുന്നു. ഒരു കുടുംബത്തിൽ നടന്ന ഒരു കഥയാണിത്. ഒരു മകൻ ദേഷ്യത്തോടെ അച്ഛനോട് ചില പരുഷമായ വാക്കുകൾ പറഞ്ഞു. പിറ്റേന്ന് അയാൾ ക്ഷമ ചോദിച്ചു. പക്ഷേ ആ വാക്കുകൾ അച്ഛന്റെ മനസ്സിൽ ഒരു മുറിവ് അവശേഷിപ്പിച്ചു. ക്ഷമ പരുഷമായ വാക്കുകൾ മായ്ക്കുന്നില്ല. അത് മനസ്സിലെ മുറിവ് കുറയ്ക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. സംസാരിക്കുന്നതിനു മുമ്പ് ഒരു നിമിഷം ചിന്തിക്കുക. ഒരിക്കൽ നിങ്ങളുടെ വാക്കുകൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ അവ തിരികെ എടുക്കാൻ കഴിയില്ല. നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു പാലം പോലെ നിരവധി ആളുകളെ ബന്ധിപ്പിക്കാൻ കഴിയും. നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്ത് ഉത്തരവാദിത്തത്തോടെ സംസാരിക്കുക. നിയമം 8. കണ്ണിൽ നോക്കുക. നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണിൽ നോക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം കാണിക്കുന്നു. നിങ്ങൾ സത്യം പറയുന്നുണ്ടെന്നും നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടെന്നും ഇത് കാണിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു അഭിമുഖത്തിൽ ഒരു യുവാവ് കണ്ണിൽ നോക്കിയില്ല. അദ്ദേഹത്തിന്റെ ഉത്തരങ്ങൾ ശരിയാണെങ്കിലും അഭിമുഖം നടത്തുന്നയാൾക്ക് അദ്ദേഹം കള്ളം പറയുകയാണെന്ന് തോന്നി. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആത്മവിശ്വാസമില്ലെന്ന് തോന്നി. മറ്റൊരു യുവാവ് കണ്ണിൽ നോക്കി. അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കും യഥാർത്ഥമായി തോന്നി. കണ്ണിൽ നോക്കുന്ന കല മറ്റുള്ളവർക്ക് നിങ്ങളെ വിശ്വസിക്കാൻ സഹായിക്കുന്നു. ഇതൊരു പോസിറ്റീവ് ഇമേജ് സൃഷ്ടിക്കുന്നു. നിയമം 9. നിങ്ങളുടെ സ്വന്തം അതിരുകൾ നിശ്ചയിക്കരുത്. നിങ്ങൾ സ്വയം ഒരു അതിർത്തി നിശ്ചയിച്ചാൽ നിങ്ങൾ ഒരിക്കലും വളരുകയില്ല. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുക. നിങ്ങളുടെ സുഖസൗകര്യ മേഖലയിൽ നിന്ന് പുറത്തുവരിക. വെല്ലുവിളികളെ നേരിടുക. ഒരു ചെറിയ ഞണ്ടിനെക്കുറിച്ചുള്ള ഒരു കഥയുണ്ട്. അതൊരു വലിയ സമുദ്രം കടക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ അതിന്റെ സഹഞണ്ടുകൾ പറഞ്ഞത്, നമുക്കൊരിക്കലും ഒരു വലിയ സമുദ്രം കടക്കാൻ കഴിയില്ലെന്നാണ്. പക്ഷേ ഞണ്ട് ആ അതിർത്തി കടക്കാൻ ശ്രമിച്ചു. ആദ്യം അത് പരാജയപ്പെട്ടു. പക്ഷെ ഓരോ തവണയും അത് ശ്രമിച്ചു. ഒടുവിൽ അത് സമുദ്രം കടന്നു. നിങ്ങളൊരു പ്രത്യേക അതിർത്തിക്കുള്ളിൽ സ്വയം ഒതുങ്ങിയാൽ നിങ്ങൾക്കൊരിക്കലും വലിയ കാര്യങ്ങൾ നേടാനാവില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വലുതായി സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ശ്രമങ്ങൾ കൂടുതൽ വലുതായി സെറ്റ് ചെയ്യുക. നിയമം 10. അഭിലാഷങ്ങളില്ലാത്ത ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരാണ്? നിങ്ങൾ ആരുമായി സഹവസിക്കുമെന്നത് നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കും. സ്വപ്നങ്ങളും അഭിലാഷങ്ങളും ഇല്ലാത്ത ആളുകളുമായി നിങ്ങൾ സഹവസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഊർജം പാഴാകും. അഗ്നി ചിറകുകൾ പക്ഷിക്കൂട്ടത്തിൽ നിന്ന് വേർപിരിഞ്ഞ് കഴുകന്മാരുടെ കൂട്ടത്തോടൊപ്പം പറന്നു. ഒരു ദിവസം ഒരു കഴുകൻ അതിനോട് പറഞ്ഞു, നിങ്ങളൊരു പക്ഷിയല്ല, നിങ്ങളൊരു കഴുകനാണ്. ആ വാക്ക് അഗ്നിച്ചിറകുകളുടെ ദർശനത്തെ മാറ്റിമറിച്ചു. കഴുകന്മാരോടൊപ്പം ആകാശത്ത് ഉയരത്തിൽ പറക്കാൻ അത് പഠിച്ചു. നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, നിങ്ങളെ ഉയർത്തുന്ന ആളുകളോടൊപ്പം ആയിരിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ പങ്കിടുന്ന,
നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളോടൊപ്പം ആയിരിക്കുക. അവർക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി മാറ്റാൻ കഴിയും. ഉപസംഹാരം: സുഹൃത്തുക്കളെ, ഉദാരമനസ്കത പുലർത്തുക എന്നത് ഒരു നല്ല ഗുണമാണ്. എന്നാൽ ഈ ലോകത്ത് ജീവിക്കാൻ അല്പം ബുദ്ധിശക്തി ആവശ്യമാണ്. ഈ 10 നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ നിങ്ങൾ ജീവിതത്തിൽ വലിയ വിജയം കൈവരിക്കും. ഒരു വലിയ ഹൃദയമുണ്ടായിരിക്കുന്നത് നല്ലതാണ്, പക്ഷേ അത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കേണ്ടത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ തലച്ചോറും ഹൃദയവും ഒരുമിച്ചുപയോഗിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ചിന്തകൾ, അഭിപ്രായങ്ങളിൽ പങ്കിടുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.